Hi guys, welcome back to my channel. ഞാൻ കഴിഞ്ഞ ലീവിന് പറഞ്ഞ പോലെ തന്നെ ഈ ലീവിന് ഞാൻ വെറുതെ സിറ്റി വരെ പോകാമെന്ന് കരുതി. ഫസ്റ്റ് ആയിട്ട് തന്നെയാണ് സിറ്റിയിലും പോകുന്നത്. നേരത്തെ സാൽമിയ പോയിരുന്ന പോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. അങ്ങനെ നമ്മൾ ബസ് കയറിയിട്ടുണ്ട്. കഴിഞ്ഞ ഊരിലെ പോലെ ബസ് ഇപ്പോൾ കാലിയാണ്, ആരും ഇല്ലതാ. അടിയിൽ ആളുകളുണ്ട്, പക്ഷെ ഞാൻ എന്താ വെച്ചാൽ വിഷ്വൽ എടുക്കാൻ നമുക്ക് മുകളിൽ ഇരുന്നാലോ കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നിയിട്ട് അങ്ങോട്ട് പോകണം. കുവൈത്തിൽ വന്നിട്ട് കുവൈത്ത് സിറ്റി പോയില്ല പറഞ്ഞാൽ മോശമല്ലേ. ഏതായാലും പോയി നോക്കാം. നമ്മളങ്ങനെ കുവൈത്ത് സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇനി എങ്ങോട്ട് പോകുന്നൊന്നും അറിയില്ല. ഏതായാലും വെറുതെ ഇങ്ങനെ കറങ്ങി നോക്കാം, എവിടേക്കും പോകാൻ പറ്റും, ആരോടെയും ചോദിച്ചു നോക്കാം. എന്റെ പുറകില് ഇതാ അവിടെ ഒരു പാലം കാണുന്നുണ്ടോ? ഇതാ അതാ കണ്ട പുറകില് ആ പാലത്തിന്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് ഈ റോഡിന്റെ വിഷ്വൽ ഒന്ന് എടുത്തു നോക്കിയാലോ? ഞാൻ ഉണ്ടാവും അറിയില്ല, ഏതായാലും ഒന്ന് കയറി നോക്കാം കേട്ടോ. നടന്ന് ഞാൻ ആ പാലത്തിൻ്റെതാ പുറകെ കാണുന്ന ആ പാലത്തിന്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. ഏതായാലും വന്നില്ലേ, അപ്പം ഇനി നമുക്ക് കുവൈത്ത് നാഷണൽ മ്യൂസിയത്തിലേക്ക് ഒന്ന് പോയത്. ഇവിടുന്ന് 20 മിനിറ്റ് നടക്കാനുള്ളൂ എന്നാണ് കാണിക്കുന്നത്. മാപ്പ് നോക്കിയിട്ടവിടെ പോണേ, ആരോടും ചോദിച്ചിട്ടൊന്നുമില്ല. ഒരു 1.5 കിലോമീറ്ററിൻ്റെ അടുത്ത് കാണിക്കുന്നുണ്ട്. എവിടെ എത്തുന്ന അറിയില്ല, നമ്മളെ ഗൂഗിൾ മാപ്പിൻ്റെ കാര്യമാണ്. വലിയ ബിൽഡിങ്ങുകളാട്ടോ, അത് കണ്ടോ, ആകാശം മുട്ടുള്ള ബിൽഡിങ്ങുകളാണ്. ഞാൻ ഇന്നും പിന്നെ ആദ്യം വിചാരിച്ചു ഇന്ന് പോരണ്ടാന്ന് കേട്ടോ. റൂമിൽ അങ്ങനെ ഇരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കുറെ കിടന്നുറങ്ങും, കുറെ മൊബൈൽ കളിക്കും. ഇതാവുമ്പോ നമുക്ക് പുറത്തിറങ്ങി കുറെ കാഴ്ചകൾ കാണാം. ചിലപ്പം ആരെങ്കിലൊക്കെ പരിചയപ്പെടാം. ഇനി ഒന്നുമില്ലെങ്കിലും നമുക്ക് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കുറച്ച് വിഷ്വലാക്കിയിട്ട് അത് മറ്റുള്ളവരെ കാണിക്കാം. അപ്പൊ അതൊക്കെ തന്നെയാണ് എനിക്ക് ഏറ്റവും നല്ല രസകരമായിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു 1.25 KD വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് ഒരു പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് ഇറങ്ങി തിരിച്ച്. മുമ്പ് എത്തുന്നില്ല, കുറച്ചുകൂടി ഉണ്ട് സംഭവം. പിന്നെ ഫസ്റ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് അതുകൊണ്ട് അത് നടന്നിട്ടല്ല, കുറച്ച് ദൂരം തോന്നിക്കുന്നുണ്ട്. ഇനി ഒരു 640 മീറ്റർ കൂടി ഉണ്ട്. ഈ ഒരു ബിൽഡിംഗ് ഉണ്ടോ മക്കളെ? എൻ്റെ മൊബൈലിൽ കൊള്ളുവോ? അതാ എന്താ ഇതിൻ്റെയൊക്കെ മേക്കിങ്ങില്ലേ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. വെയിലുണ്ട് കുഴങ്ങി. പിന്നെ ഞാനിവിടെ ഇങ്ങനെ നിന്നപ്പോഴാണ് നമുക്ക് മ്യൂസിയം കഴിഞ്ഞിട്ട് ടൈം ഉണ്ടെങ്കിൽ ഇതാ അവിടെ ബാക്ക് സൈഡിൽ ബീച്ച് കാണുന്നുണ്ട്. ഇതാ അവിടെ ഈ സൈഡിൽ കണ്ട അവിടെ ബീച്ചുണ്ട്. ബീച്ചിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ മ്യൂസിയം ഇനി കുറച്ചുകൂടി ഇതിലെ കുറച്ചുകൂടി മ്യൂസിയം പോകണം. അത് കഴിഞ്ഞ് വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഈ ബീച്ചിലും കൂടി ഒന്ന് പോവാം. ഓക്കെ, ഇതാണ് സംഭവം. കണ്ട കുവൈത്ത് നാഷണൽ മ്യൂസിയം. ഉള്ളിൽ കയറാൻ പറ്റുമോ? ആരും കാണണമെന്നില്ല, പോയേക്കാം. ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് സംഭവം. ഇവിടെ ഞാൻ സെക്യൂരിറ്റിനോട് ചോദിച്ചപ്പോഴേ ഒരു 4:30 ആവും തുറക്കണമെങ്കിൽ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ 2:45 ഒന്നെങ്കിൽ ഞാൻ അവിടെ പുറത്ത് ഇവിടെ വെയിറ്റ് ചെയ്യണം. നമുക്ക് തൽക്കാലം ഇതിലിങ്ങനെ നടന്നിട്ട് അപ്പുറം ബീച്ച് സൈഡിലേക്ക് പോകാൻ കഴിയും. ഇവിടെ ഒരു ഗേറ്റ് കാണുന്നുണ്ട്, അതിൽ പോയിട്ട്
ബീച്ച് സൈഡിലേക്ക് പോകാൻ കഴിയുമെന്നുള്ളത് നോക്കാം. നമുക്കൊരു 4:30 ആകുമ്പോൾ ഇങ്ങോട്ട് എത്താം. ഓക്കെ. ഇവിടെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു കപ്പൽ പോലെ എന്തോ കാണുന്നുണ്ടേ. ഒരു മിനിറ്റ്, നമുക്ക് പോയേക്കാം. ഇത് കാണാ നിങ്ങൾ, ഇതൊരു കപ്പല് ഉണ്ടാ. ഇതെന്താ ഇവിടെ ഇങ്ങനെ വെച്ചിരുന്ന് അറിയില്ല. ഒന്നും ഏത് ബോർഡൊന്നും കാണുന്നില്ല ചോദിക്കാൻ. നല്ല നല്ല ഭംഗിയുണ്ട് കണ്ട. ഇവിടുത്തെ പുരാതനപ്പെട്ടു പോയാലെ കപ്പലെന്താവാനാണ് സാധ്യത കണ്ടിട്ട്. അത് മേലേക്ക് കയറാനുള്ള അവിടെ അടച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒന്ന് കയറി നോക്കാമായിരുന്നു അല്ലേ. മേലത് ആ കുവൈത്തിൻ്റെ ഫ്ലാഗൊക്കെ കാണുന്നുണ്ട്. നല്ല ഭംഗിൻ്റെ ഏതായാലും ഇത് കാണാം. ഇതിൻ്റെ അടുത്ത് തന്നെ അതിൻ്റെ അടിയിലായിട്ട് ചെറിയ ബോട്ടുകളുണ്ട് കേട്ടോ. മരം കൊണ്ട് തന്നെയാണ് ഇട്ടത്. ഇത് സംഭവം പഴയ കപ്പൽ തന്നെയാണ്. കാണുന്നുണ്ടോ? ഒരു ഓർമ്മയ്ക്ക് എന്ന പോലെ വെച്ച പോലെയാണ് ഇത് കാണുന്നത്. ഇതാ അവിടെ ബീച്ച് എത്തിയിട്ടാ. ബീച്ച് സൈഡ് നിലത്ത് കല്ല് കൊണ്ട് തന്നെ നല്ല അടിപൊളി സംഗതികൾ ചെയ്തിട്ടുണ്ട്. കണ്ടോ, നല്ല വെറൈറ്റി ഉള്ള വർക്കാണ് കേട്ടോ. ഇതിനെ നടക്കുമ്പോ കാലൊക്കെ കഴിഞ്ഞു. റോഡ് മുറിച്ച് വേണം അപ്പുറം കിടക്കാന്. ഞാനാണെങ്കി ജീവിതത്തിൽ ഒരു ക്രീം ഉപയോഗിക്കാത്ത ആളാ. ഇപ്പോ ഇവിടുത്തെ പിന്നെ സ്കിന്ന് ഡ്രൈ ആവണോണ്ടത് പിന്നെ ഒരു ഡോവിൻ ക്രീം വാങ്ങി തേക്കുന്നുണ്ട്. അതിട്ടിട്ട് ഇപ്പോൾ വെയിലുള്ളാനും വലിയ സുഖമൊന്നുമില്ല. ഇത് നോക്കിയേ, കണ്ടാ രസമുള്ള പൂക്കളാണോ. ഒരു പള്ളി കാണുന്നുണ്ട്. ഫസ്റ്റ് ഒന്ന് നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. എന്നിട്ട് ബീച്ച് പോകാം. അതല്ല അതിൻ്റെ ഒരു ശരി. അതുകൊണ്ട് കാണുന്ന പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങിട്ടോ. എന്തൊക്കെ ആണെങ്കിലും പിന്നെ നിസ്കരിച്ചുകൊണ്ട് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സമാധാനം ഒന്നും വേറെ തന്നെയാണ്. പിന്നെ ഞാൻ നാട്ടിൽ നിന്നാണെങ്കിൽ പോലും പലപ്പോഴും കൃത്യമായിട്ട് നിസ്കരിക്കാനൊന്നും നാട്ടിലായതുകൊണ്ട് തന്നെ ഒരു ഇത് കിട്ടലില്ല. നിസ്കരിക്കലുണ്ട്, എന്നാലും അത് പ്രോപ്പറല്ല. പക്ഷെ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഫസ്റ്റിലൊക്കെ പിന്നെ കുറേ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനെല്ലാം പിന്നെ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എല്ലാം. കാരണം ഈ നിസ്കാരം എന്ന് പറയുന്ന കാര്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒന്ന് എന്ത് വിഷമോ എന്ത് സങ്കടമോ എന്ത് കാര്യം ഉണ്ടെങ്കിലും നല്ലപോലെ ഒന്ന് ഇരുന്ന് നിസ്കരിച്ച് മനസ്സറിഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു സമാധാനം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു ഇതാണ്. അത് അനുഭവിച്ച് തന്നെ അറിയണം. അപ്പം അതുകൊണ്ട് ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ ചെയ്യണമെന്നുള്ളത് അറിയിക്കല്ല. പക്ഷെ നമുക്കത് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാലോ. അപ്പോൾ വിഷമവും മനസ്സിൽ സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിസ്കരിക്കുക, പ്രാർത്ഥിക്കുക, ബാക്കിയൊക്കെ പടച്ചോ റെഡിയാക്കി തരും. ഇപ്പോൾ ബീച്ചിൻ്റെ ഭാഗത്തോട്ട് ഇപ്പോൾ ഉള്ളത് വെയിലാണ്. എന്നാലും കണ്ട നമുക്കിത് അവിടെ കാണുന്ന ഒരു പാലം മാറി കുറച്ച് കടലിൻ്റെ ഉള്ളിലേക്കുള്ളൊരു ഭാഗമാണ്. അങ്ങോട്ട് പോവാം. അവിടെ പോയി എന്നാൽ കുറച്ചുകൂടി നല്ല ഭംഗിയിൽ കാണാൻ കഴിയും. റെസ്ട്രിക്റ്റഡ് ഏരിയ, നോ അപ്രോച്ച് ഫോട്ടോഗ്രാഫ് എന്ന് എഴുതിയിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല. എന്താ ഞാൻ അവിടുന്ന് അങ്ങനെ നടന്നിട്ട് ഇപ്പം ഇവിടെ എത്തി. ഇതിൻ്റെ ആ തലപ്പത്താണ് ഇത് ബാക്കി കിടക്കുന്നത്. പിന്നെ വാട്ട് ഈസ് യുവർ നെയിം? Jesse. Jesse, where are you from? Philippines.